ലെനിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ PSC പരീക്ഷകളിൽ ലെനിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് ഏതൊക്കെ ചോദ്യങ്ങളാണ്, ഇതിനു മുൻപ് ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ലെനിനുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നത്. എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും കേട്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ചുവപ്പ് കാവൽസേന രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ചുവപ്പ് കാവൽസേന രൂപീകരിച്ചത് ലെനിനാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എങ്കിൽ കാലക്രമേണ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഇങ്ങനെ പറഞ്ഞതാരാ? അതും ലെനിനാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എങ്കിൽ കാലക്രമേണ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറഞ്ഞത് ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകനാണ് ലെനിന്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ലെനിനാണ്. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലെനിനാണ്. അധികാരം സോവിയറ്റുകൾക്ക്, കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും. ഈ മുദ്രാവാക്യത്തിൻ്റെ ഉടമയും ആരാണ്? ലെനിനാണ്. ഈ മുദ്രാവാക്യം ഉയർത്തിയതും ലെനിനാണ്. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം കാണണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടതും ലെനിനാണ്. ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാണ് ആര്? ലെനിൻ. അതുപോലെ ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തതും ആരാണ്? ലെനിനാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ചുവപ്പ് കാവൽസേന രൂപീകരിച്ചത് ആരാണ്? ചുവപ്പ് കാവൽസേന രൂപീകരിച്ചത് ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകൻ ലെനിനാണ്. അതുപോലെ ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും ആരാണ്? ലെനിനാണ്. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്കെന്ന മുദ്രാവാക്യം ലെനിൻ്റെയാണ്. അധികാരം സോവിയറ്റുകൾക്ക്, കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും എന്ന മുദ്രാവാക്യം ലെനിൻ്റെതാണ്. അതുപോലെ വിപ്ലവം അതിൻ്റെ ലക്ഷ്യം കാണണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടത് ലെനിനാണ്. പിന്നെ അദ്ദേഹം എന്താണ്? സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകനാണ്. ഒപ്പം റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എങ്കിൽ കാലക്രമേണ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറഞ്ഞത് ആരാണ്? അതും ലെനിനാണ്. നമുക്കൊന്നും കൂടി നോക്കാം. ലെനിനുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ. ഒന്ന്, ചുവപ്പ് കാവൽസേന രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ലെനിൻ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എങ്കിൽ കാലക്രമേണ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറഞ്ഞത് ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകനാണ് ലെനിന്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവാണ്. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലെനിനാണ്. അധികാരം സോവിയറ്റുകൾക്ക്, കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും എന്ന മുദ്രാവാക്യവും ലെനിൻ്റെതാണ്. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം കാണണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടത് ആരാണ്? ലെനിനാണ്. ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? അതും ലെനിനാണ്. ഒപ്പം ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തതും ആരാണ്? ലെനിനാണ്. അപ്പോൾ ലെനിനുമായി ബന്ധപ്പെട്ട ഇത്രയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ എന്ന് പറയാൻ പല ഉത്തരമില്ല. ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണ്? ലെനിനാണ്. ഇത്രയും ചോദ്യത്തിൻ്റെ ഉത്തരം ലെനിനാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. ഉത്തരം ലെനിനാണ്. അതും നന്നായി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക? അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക.